ഇനി നമ്മൾ പറയാൻ പോണത് ഒരു പ്രോഗ്രാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അത് നമ്മുടെ IPO ആണ്, ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു വാല്യൂ യൂസറിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു വാരിയബിൾ എടുക്കും, അതിനുശേഷം ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇൻപുട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എനിക്ക് എന്താണോ ആവശ്യം അത് ഞാൻ അവിടെ കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഒരാളുടെ പേരാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എൻ്റെ ദ നെയിം എന്ന് പറഞ്ഞ് കോളനിട്ട്, ഇതൊക്കെ ഒരു ഭംഗിയാക്കുന്ന ഒരു രീതിയാണ്. കോളനിട്ട് കൊടുത്തു. ഇനി എനിക്കത് കാണിക്കണം, പുറത്ത് കാണിക്കണം. ഇപ്പോൾ ഞാനൊരു വാല്യൂ യൂസിൻ്റെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നത് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ്. പ്രിന്റ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ഈ എക്സിൻ്റെ വാല്യൂ എനിക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. സോ പ്രിന്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു വാല്യൂ യൂസിൻ്റെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഒരു വാല്യൂ നമുക്ക് പുറത്തേക്ക് കാണിക്കണം, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അത് റൺ ചെയ്ത് കാണിച്ചു തരാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ ദിവ്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ പ്രിന്റ് ആയത് എന്ത് ദിവ്യ തന്നെ കാണിക്കും. ഇനി ഇതിനെ എനിക്ക് ഭംഗിയിൽ കാണിക്കാം, അതായത് കുറച്ച് ചേഞ്ച് വരുത്തി കാണിച്ചു തരാം. അതായത് ഇപ്പോൾ എനിക്കിങ്ങനെ എൻറ്റേർഡ് നെയിം ഈസ്, അതായത് എൻ്റർ ചെയ്ത നെയിം ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ നെയിം എവിടെ സ്റ്റോർ ആയിക്കണേ, എക്സ് എന്ന് പറഞ്ഞ വാല്യൂലാണ്. സോ എക്സ്. അപ്പോൾ എന്താ ഉണ്ടാവുക, വാല്യൂ യൂസർ കൊടുത്തത് എക്സിനാണ്. ആ എക്സിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം എങ്ങനെയാണ് യൂസ് ചെയ്യണം, ഒരു മെസ്സേജ് കൊടുക്കണം. ആ മെസ്സേജ് കോമ വാല്യൂ, നിങ്ങളുടെ വാല്യൂ ഏത് സ്റ്റോർ ചെയ്തിരിക്കണം എക്സിലേക്കാണ്. സോ മെസ്സേജ് നമ്മൾ കോഡ്സിൽ കൊടുക്കും. കോഡ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താണോ വാല്യൂ കാണിക്കേണ്ടത് അത് കോമ ആ വാല്യൂ കൊടുക്കുക. ഇതാണ് സിൻടാക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് റൺ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി ചേഞ്ച് കാണിച്ചു തരാം. എൻ്റെ നെയിം, സോ ഞാൻ ദിവ്യ എന്ന് കൊടുത്തു. സോ എനിക്ക് കിട്ടുക എൻ്റെ നെയിം ഈസ് ദിവ്യ എന്ന് പറഞ്ഞ് വരും. നേരത്തെ രണ്ടിനും ഡിഫറൻസ് മനസ്സിലായിരിക്കും. നമുക്ക് വാരിയബിൾ പ്രിന്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയിൽ ഡിസ്പ്ലേ ചെയ്തത് എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പ്രൊവൈഡും ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇൻപുട്ട്, അത് പ്രിന്റിനല്ല ഞാൻ പറയണത്. ഇൻപുട്ട് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇൻപുട്ട് ഫംഗ്ഷൻസ് എപ്പോഴും സ്ട്രിംഗ് വാല്യൂസ് മാത്രമാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. സ്ട്രിംഗ് വാല്യൂസ് മാത്രമാണ് എടുക്കുന്നതല്ല, എന്ത് വാല്യൂ കിട്ടിയാലും അതിനെ നമ്മൾ സ്ട്രിംഗ് ആയിട്ടാണ് മിഷൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഏജ് എന്ന് പറഞ്ഞ് കൊടുത്താലും, ഓക്കെ, എൻ്റെ ഏജ് എന്ന് പറഞ്ഞ് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ടൈപ്പ് പ്രിന്റ് ചെയ്യണം. എന്ത് ടൈപ്പാന്ന്, എന്ത് ഡാറ്റ ടൈപ്പാന്ന് ഞാൻ കാണിച്ചു തരാം. പ്രിന്റ് ദ ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ ഞാനിതിൽ എൻ്റെ നെയിം, എൻ്റെ ഏജിന് പറയാം, എൻ്റെ നെയിം തന്നെയാണ് കൊടുത്തു വിചാരിക്കുക. എൻ്റെ നെയിം, ഓക്കെ, നെയിം പ്രിന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അത് ഇൻപുട്ട് ചെയ്തു. അതിൻ്റെ ടൈപ്പ് കാണിച്ചു തരാം, എന്താണ് അതിൻ്റെ ടൈപ്പ് എന്ന്. പിന്നെ ഞാൻ ദിവ്യ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതൊരു ക്ലാസ് സ്ട്രിങ് ആണ് അല്ലേ. ഇപ്പം ഞാൻ വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്ത് കാണിച്ചു തരാം, ജസ്റ്റ് വേറെ വാല്യൂ വെച്ചിട്ട്. ഞാൻ അടുത്തത് കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അതൊരു ബൂളിയൻ ആണ്. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നെയിം കൊടുത്തു, ഞാൻ ദിവ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആദ്യത്തെ കിട്ടിയത് ടൈപ്പ് എക്സ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. അടുത്തതിൽ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തോണ്ട് എനിക്ക് ഇൻഡ് കിട്ടി. അടുത്തത് 5.6 കിട്ടിയപ്പോൾ ഫ്ലോട്ട് എന്ന് കിട്ടി, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെന്ന് കിട്ടി. ട്രൂ കൊടുത്തപ്പോൾ എനിക്ക് ബൂളിയൻ ആണെന്ന് കിട്ടി. ഇത്രയും അതിൻ്റെ ടൈപ്പ് കിട്ടി എനിക്ക്. ഇനി ഞാൻ പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ എക്സ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റെ നെയിം എന്ന് പറഞ്ഞ് കൊടുത്തത് സ്ട്രിങ് ആയിട്ട് കണ്ടില്ലേ. ഇതേ കോൺസെപ്റ്റ് ഞാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ എൻ്റെ നെയിമിന് പകരം ഞാൻ എൻ്റെ ഏജ് കൊടുത്തു വിചാരിക്കുക. ഓക്കെ, എൻ്റെ ഏജ് കൊടുത്തു. എന്നിട്ട് ഞാൻ ടൈപ്പ് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഞാൻ ദിവ്യ എന്ന് കൊടുത്തു. അടുത്തത് ഞാൻ ഏജ് 29 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കി രണ്ടിൽ ഞാൻ കൊടുത്ത വാല്യൂ 29 ആയിരുന്നു. 29 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഇൻഡിജർ ആണെന്ന്. പക്ഷെ എടുക്കുന്നതും അതിൻ്റെ ടൈപ്പ് കണ്ടുപിടിക്കുന്നത് എന്താ, സ്ട്രിങ് ആയിട്ടാണ്. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇൻപുട്ടുകൾ എന്ത് വാല്യൂ കൊടുത്താലും അതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിച്ചത് ഏജ് എന്ന് പറഞ്ഞാൽ 29 എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു, അത് സ്ട്രിങ് ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമുക്കത് ഇൻഡിജർ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴും പ്രോഗ്രാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഇൻഡ് ഓഫ് ഇൻപുട്ട്, അല്ലെങ്കിൽ ഇത് മാറ്റില്ലേ അതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെയ്യാം കേട്ടോ. സെക്കൻഡേ,
സെയിം കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി പ്രിൻറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേ കോൺസെപ്റ്റിന് നമ്മൾ മാറ്റുകയാണ് ചെറുതായിട്ട്. ഓക്കെ, മാറ്റിയാൽ ചെറുതായിട്ട് ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ ഏജ്. ഓക്കെ, ഇങ്ങനെ ഇട്ടു. അതായത് ഇൻഡ് ഓഫ് ഇൻപുട്ട് എൻ്റർ ദ ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം എന്താ ഉണ്ടാവുകയാണെന്ന് കാണിച്ചു തരാം ഞാൻ. ഇൻഡ് ഓഫ് ഇൻപുട്ട് എന്ന് കൊടുത്തപ്പോൾ എന്താ ഉണ്ടായെന്ന് കാണിച്ചു തരാം. ഇപ്പം ദിവ്യ എന്ന് കൊടുത്തു, അപ്പോൾ ക്ലാസ് സ്ട്രിങ് എന്ന് പറഞ്ഞു. അടുത്ത 29 കൊടുത്തു, എനിക്ക് ക്ലാസ് സ്ട്രിങ് ആയിട്ടാണ് കിട്ടി. കാരണം ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് കൊടുത്തില്ല. അതിൽ ഞാൻ ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഓട്ടോമാറ്റിക്കലി അത് എന്തായി മാറി, ഇൻഡിജർ ആയിട്ട് മാറി. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്കൊരു പോയിന്റ് നമ്പേഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ കിട്ടേണ്ടത് യൂസറിൻ്റെ നിന്ന് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻപുട്ട് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് എന്ത് വാല്യൂ കൊടുത്താലും അതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, അതായത് ആൽഫബറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു നമ്പറായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡ് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഒരു പോയിന്റ് നമ്പേഴ്സ് കിട്ടണം, നിങ്ങൾ അതിനെ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ആയിട്ട് കിട്ടണം, ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാമിൽ ബേസിക് ആയിട്ട് ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസിൻ്റെ നിന്ന് വാങ്ങിക്കുന്ന ഡീറ്റെയിൽസുകൾ, പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു കോൺസെപ്റ്റ് പ്രോഗ്രാമിൻ്റെ പ്രോസസ്സാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഫസ്റ്റ് നമ്പർ എന്ന് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തത് വൈ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ഓക്കെ, ഞാൻ അതും കൊടുത്തു. ഇനി എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് എക്സിലും വൈയിലും 2 വാല്യൂസ് കിട്ടി. ഇനി എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും ഇൻപുട്ട് ചെയ്ത് കിട്ടി. അതായത് ആദ്യത്തെ 2 സ്റ്റെപ്സ് പറയുന്നത് എൻ്റെ ഇൻപുട്ടാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സാണ്. എക്സ് പ്ലസ് വൈ, അതായത് ആഡ് ചെയ്യാണല്ലോ ചെയ്യേണ്ടത്. എക്സ് പ്ലസ് വൈ ചെയ്തു. അടുത്തത് എനിക്ക് ആ വാല്യൂ, കിട്ടിയ വാല്യൂ എന്താണെന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എന്താ കൊടുക്കുക, ദ സം ഈസ് എത്രയാണ്, അത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, സമ്മിലാണ്. ക്ലോസ് ചെയ്തു. ഇനി ഇത് റൺ ചെയ്ത് കാണിച്ചു തരാം. സോറി, ഓക്കെ, 2 ബ്രാക്കറ്റ്സ് ഉണ്ടല്ലേ. ഓക്കെ, സോ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഓയോ, സ്പെല്ലിംഗ് തെറ്റുണ്ടല്ലേ. എൻ്റർ ദ, ഓക്കെ, ഒന്നുകൂടി ചെയ്യാം. എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. സോ ഐ എം ഗിവിങ് 14. അടുത്തത് ഐ എം ഗിവിങ് 25. സോ എനിക്ക് കിട്ടുന്ന സം ഈസ് 39. സോ എക്സ് വൈ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഇൻപുട്ടാണ്. ഇതെൻ്റെ പ്രോസസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെൻ്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏത് പ്രോഗ്രാം എടുത്താലും നമുക്ക് 3 പാർട്സുകൾ ഉണ്ടാവും, ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട്. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിൽ ഉള്ള ഫംഗ്ഷനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. നമുക്ക് ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്ത് സ്ക്രീനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഇനി ഇൻപുട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻപുട്ട് എന്ന് ടേക്ക് ചെയ്യുന്നത് എല്ലാ വാല്യൂസിനെയും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എന്ത് വാല്യൂ ആണ് ആവശ്യം അതിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഡ് ഓഫ് ഇൻപുട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഫ്ലോട്ട് ഓഫ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. മനസ്സിലായോ? താങ്ക് യു.